നമസ്കാരം. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യം ഇറാനെ ആക്രമിച്ച് ആയത്തുള്ള അൽ ഖമനയെ വധിച്ച സാഹചര്യത്തിൽ കുറച്ചു പേരെങ്കിലും അന്വേഷിച്ചു പാകിസ്ഥാൻ എവിടെയാണ് എന്നത്. കാരണം അമേരിക്ക എവിടെയുണ്ടെങ്കിലും അമേരിക്കയെ താങ്ങുന്ന ഒരു പ്രധാന രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്കയെ സോപ്പിട്ടാണ് ഇതുവരെയും അതിജീവിച്ച് പോയത്. പ്രത്യേകിച്ചും അസിം മുനീർ അമേരിക്കയെ എന്തെങ്കിലും തരത്തിൽ ഒരു താങ്ങാനുള്ള അല്ലെങ്കിൽ സഹായിക്കാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അസിം മുനീർ അവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ യുദ്ധം നടക്കുന്നതിന് മുന്നേ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ്റെ മണ്ണ് ഇറാനെ ആക്രമിക്കുവാൻ പോലും തുറന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വലിയ രീതിയിലുള്ള ആക്രമണം താലിബാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഇനി മറുഭാഗത്ത് ഇന്ത്യയെ ചൊറിഞ്ഞതിൻ്റെ പേരിൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും എന്ന് പറയുന്നു. അങ്ങനെ പാകിസ്ഥാൻ ഇതിൻ്റെ ഇടയിൽ ഞെരിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇറാനെതിരെ ഒരു ആക്രമണം നടക്കുന്നുവെങ്കിലും അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അതായത് അസിം മുനീറും ഷഹബാസ് ഷരീഫും ട്രംപും ഒക്കെ നിന്നുകൊണ്ടുള്ള ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഈ ആക്രമണങ്ങൾക്കിടയിലും പാകിസ്ഥാൻ. പക്ഷേ ഇവിടെ നിന്ന് ഇന്ന് രാവിലെ ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായി എന്ന് അറിഞ്ഞതോടെ പാകിസ്ഥാനിൽ കുറച്ച് ഭാഗം ജനങ്ങൾ നേരെ ഇരച്ചെത്തുന്നത് അമേരിക്കൻ എംബസിയിലാണ്. അമേരിക്കൻ എംബസിയിലേക്ക് എത്തുന്നു, അടിച്ചു തകർക്കുന്നു, കത്തിക്കാൻ പോകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നം നടന്നു. സുരക്ഷാ സേന എത്തിയതിന് ശേഷമാണ് ജനങ്ങൾ അല്പമൊന്ന് പിൻവാങ്ങിയത്. അങ്ങനെ പാകിസ്ഥാൻ അടിമുടി താളം തെറ്റുന്ന അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യും എന്നൊരു കാരണം ആകെ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അമേരിക്ക കനിഞ്ഞാൽ മാത്രമേ ഇനി അതിജീവിക്കുവാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് ഷഹബാസ് ഷരീഫും അസിം മുനീറും കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അമേരിക്ക ഇടയ്ക്ക് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി. പാക് പ്രതിരോധ വകുപ്പ് മന്ത്രി ഖ്വാജ ആസിഫൊക്കെ അമേരിക്കയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ നിന്ന് 10 പുത്തൻ അടിച്ചെടുക്കാം എന്ന് ഇപ്പോഴും പാകിസ്ഥാൻ ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അതും ഇതോടുകൂടി തകർന്നിരിക്കുകയാണ്. ഇനി ഇറാനെ പിന്തുണയ്ക്കാം എന്ന് വച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും കിട്ടേണ്ടതും കൂടി കിട്ടാതെ പോകും. ഇനി അമേരിക്കയെ പിന്തുണയ്ക്കാം എന്ന് വച്ചാലോ ഇനിയിപ്പോൾ പിന്തുണ സ്വീകരിക്കില്ല. അതോടൊപ്പം തന്നെ ഇനി പിന്തുണ കൊടുക്കാമെന്ന് വച്ചാൽ പോലും ഇവിടെ നിന്ന് ഇനി വലിയ രീതിയിൽ, അതായത് പാകിസ്ഥാനിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെ ഉണ്ടാകും. ഭീകരവാദികളൊന്നും തന്നെ പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു. ഇതിനോടകം തന്നെ അവരെതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ കാരണമാണ് തെഹ്രീക്ക് താലിബാനുമായിട്ട് ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തയ്യബയ്ക്കും ഒക്കെ പ്രശ്നമുണ്ടായത്. അങ്ങനെ വലിയ പ്രശ്നത്തിനകത്ത് ഈ ഭീകരവാദികൾ തന്നെ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യമൊക്കെയായിരുന്നു പാകിസ്ഥാനിൽ. അങ്ങനെ ഇറാനെ പിന്തുണയ്ക്കാൻ പറ്റില്ല, അമേരിക്കയെ പിന്തുണയ്ക്കാനും പറ്റില്ല, ഇനി അമേരിക്കയെ പിന്തുണച്ചില്ലെങ്കിൽ അതിജീവിക്കാനും പറ്റില്ല എന്ന ഒരു പരിതസ്ഥിതിയിലൂടെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ആകെ മൊത്തം കടത്തിലാണ്. മുൻ സൂചിപ്പിച്ചതുപോലെ ഇനി സൗദി അറേബ്യയിൽ നിന്ന് കടം വാങ്ങിയതിൻ്റെ പേരിൽ സ്വന്തം ജെറ്റ് വിമാനങ്ങൾ പോലും വിൽക്കേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ. അങ്ങനെ പാകിസ്ഥാന് ആണ് ഇനി ഒരിടത്തു നിന്നും കടം കിട്ടാത്ത അവസ്ഥയും ഇനി ഒരു പിന്തുണയും ലഭിക്കാത്ത അവസ്ഥയും, ഇനി താലിബാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആക്രമണം വരാനുള്ള സാധ്യതയും. അങ്ങനെ പാകിസ്ഥാനാണ് ഈ ഇറാൻ്റെ ആക്രമണത്തിനിടയിൽ പോലും ഞെരിഞ്ഞമർന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.